Hi everyone, all are welcome to my channel. Today I am going to introduce sense organs of our body in four languages: Malayalam, English, Hindi and Tamil. Let's start. Okay, what are sense organs? Sense organs are specialized body parts that help us to perceive and respond to the world around us. അതായത് സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള അവയവങ്ങളാണ്. അത് നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അറിയാനും അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും സഹായിക്കുന്നു. അതെങ്ങനെ ഇനി ഹിന്ദിയിൽ പറയുക? ഇന്ദ്രിയ അംഗ ക്യാ ഹേ? ഇന്ദ്രിയ അംഗ ക്യാ ഹേ? ഇന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ്? അല്ലെങ്കിൽ വാട്ട് ആർ സെൻസ് ഓർഗൻസ്? ഇന്ദ്രിയ വിശേഷ അംഗ ഹോത്തെ ഹേ. ഇന്ദ്രിയ എന്ന് പറഞ്ഞതിൽ പ്രത്യേകപ്പെട്ട സവിശേഷമായ ഓർഗൻസാണ്. जो हमें अपने आसपास की दुनिया को समझने और प्रतिक्रिया देने में मदद करते हैं. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനും അതിനനുസരിച്ച് നമ്മളെ പ്രവർത്തിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു തവണ കൂടെ, ഇന്ദ്രിയ അംഗ ക്യാ ഹേ? ഇന്ദ്രിയം വിശേഷ അംഗ ഹോത്തെ ഹേ जो हमें अपने आसपास की दुनिया को समझने और प्रतिक्रिया देने में मदद करते हैं. ഇതെങ്ങനെ ഇനി തമിഴിൽ പറയുക? ഉണർവ് ഉറുപ്പുകൾ എന്ന. ഉണർവ് ഉറുപ്പുകൾ എന്ന. വാട്ടർ സെൻസ് ഓർഗൻസ്. ഉണർവ് ഉറുപ്പുകൾ എന്ന. അതെങ്ങനെയാണ്? ഉണർവേന്ദ്രിയങ്ങൾ എൺപത്. ഉണർവേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മ ചുറ്റുപുറത്തെ ഉണർമറ്റും പതിലളിക്ക ഉദവും ചിറപ്പ് ഉറുപ്പുകൾ. അതായത് നമ്മുടെ ചുറ്റുപാടിനുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഓർഗൻസ്. അതാണ് ഉണർവ് ഉറുപ്പുകൾ, അതായത് ഉണർവേന്ദ്രിയങ്ങൾ. അപ്പോൾ ഉണർവേന്ദ്രിയങ്ങൾ 80, നമ്മ ചുറ്റുപുറത്തെ ഉണർമറ്റും പതിലളിക്ക ഉദവും ചിറപ്പ് ഉറുപ്പുകൾ. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുവാനും അതിനെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഓർഗൻസാണ് സെൻസ് ഓർഗൻസ്. Then, how many sense organs are there in our body? നമ്മുടെ ശരീരത്തിൽ എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? There are 5 sense organs in our body. നമ്മുടെ ശരീരത്തിൽ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. അത് ഹിന്ദിയിൽ എങ്ങനെയാണ് ചോദിക്കുക? ഹമാരേം ശരീർ മേം കിത്തനി ഇന്ദ്രിയം ഹോത്തി ഹേ? ഹമാരേം ശരീർ മേം കിത്തനി ഇന്ദ്രിയം ഹോത്തി ഹേ? നമ്മുടെ ശരീരത്തിൽ എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? उत्तर, हमारे शरीर में 5 इंद्रियां होती है. हमारे शरीर में 5 इंद्रियां होती है. നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ട്. ഇതെങ്ങനെ തമിഴിൽ ചോദിക്കുക? തമിഴിൽ ക്വസ്റ്റിനെ പറയുന്നത് കേൾവി എന്നാണ്. കേൾവി. നമ്മ ഉടലിൽ എത്തന ഉണർവേന്ദ്രിയങ്ങൾ ഉള്ളന. നമ്മുടെ ഉടലിൽ എത്തന ഉണർവേന്ദ്രിയങ്ങൾ ഉള്ളന. അതെങ്ങനെ ആൻസർ പറയുക? നമ്മ ഉടലിൽ. ആൻസറിന് നമ്മൾ തമിഴിൽ പറയുന്നത് പതിൽ എന്നാണ് ആൻസറിനെ പറയുന്നത്. അപ്പോൾ നമ്മ ഉടലിൽ 5 ഉണർവേന്ദ്രിയങ്ങൾ ഉള്ളന. നമ്മ ഉടലിൽ 5 ഉണർവേന്ദ്രിയങ്ങൾ ഉള്ളന. നമ്മുടെ ശരീരത്തിൽ 5 ഉണർവേന്ദ്രിയങ്ങൾ ഉണ്ട്. ദെൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്? നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ട്. ദെൻ വാട്ട് ആർ ദേ? അവ ഏതൊക്കെയാണ്? ദേ ആർ eyes, ears, nose, tongue and skin. ടങ് എന്ന് പറഞ്ഞാൽ നാക്ക്. അപ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? വേ ക്യാ ഹേ? അവ ഏതൊക്കെയാണ്? വേ 5 ഇന്ദ്രിയം ഹേ. 5 ഇന്ദ്രിയങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? ആംകേം കണ്ണുകൾ, കാൻ കാത്, നാക്ക് നോസ്, ജീഫ്, ടങ് ഓർ ത്വച്ച. ത്വച്ച എന്ന് പറഞ്ഞാൽ സ്കിൻ. അപ്പോൾ ഇത് वे क्या है? वे 5 इंद्रियां है: आंखें, कान, नाक, जीभ और त्वचा. തമിഴിൽ ഇൻ തമിഴ് അവ എന്നവാതും. അവ എന്തൊക്കെയാണ്? വാട്ടാർതെ? അവ എന്നവാതും. ഉണർവേന്ദ്രിയങ്ങൾ കണ്ണുകൾ, കാതുകൾ, മൂക്ക്, നാക്ക്, ദെൻ തോൽ എന്ന് പറഞ്ഞാൽ സ്കിൻ. മൂക്ക്, നാക്ക്, കാതുകൾ, കണ്ണുകൾ, തോൽ. മലയാളത്തിൽ പറയുന്നത് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്: കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ചർമ്മം. ഹൗ ഡു ഐസ് ഹെൽപ്പ് അസ്?
ഐസ് ഹെൽപ്പ് us ടു സീ തിങ്സ് അറൗണ്ട് us. കണ്ണുകൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല ദേ ഓൾസോ ഹെൽപ്പ് us ടു റിക്കഗ്നൈസ് കളേഴ്സ്, ഷേപ്സ്, പീപ്പിൾ ആൻഡ് ഒബ്ജക്ട്സ്. അതുമാത്രമല്ല അതെന്ത് ചെയ്യുന്നു, ഇതൊക്കെ തിരിച്ചെടുക്കുക, നിറങ്ങളും ആകൃതികളും ആൾക്കാരെയും വസ്തുക്കളെയൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഹിന്ദിയിൽ എങ്ങനെയാണ് ചോദിക്കുക? ആം കീം ഹമാരി കൈസെ മദത് കർത്തി ഹേ. കണ്ണുകൾ എങ്ങനെ നമ്മൾ സഹായിക്കുന്നു? ആം കീം ഹമേം അപ്നെ ആസ്പാസ് കി चीज़ों को देखने में मदद करते हैं. वे रंग, आकार, लोग और വസ്തുവും പഹ്ചാനെ മേം സഹായത കർത്തി ഹെ. അതായത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരാണോ, അത് എന്ത് കളറാണോ, ഷേപ്പാണോ, അതെല്ലാം തിരിച്ചറിയാനും പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ കാണാനും നമ്മളെ സഹായിക്കുന്നു. ഇൻ തമിഴ്, കൺകൾ നമുക്ക് എപ്പടി ഉതവുകിன்றது. കൺകൾ അതായത് കൺകൾ നമ്മെ ചുറ്റിയുള്ള പൊരുൾകളെ കാണാൻ, നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ കാണാൻ ഉതവുകിன்றன. അപ്പോൾ കൺകൾ നമ്മെ ചുറ്റിയുള്ള പൊരുൾകളെ കാണാൻ ഉതവുകിன்றன. അവ നിറങ്ങൾ, വടിവങ്ങൾ, പൊരുളുകൾ, അടയാളം കാണാൻ ഉതവുകിன்றன. അപ്പോൾ ഇതൊക്കെ നിറങ്ങളും ഷേപ്സും അതായത് പൊരുളുകൾ, വസ്തുക്കൾ, ഇതെല്ലാം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഹൗ ഡു ഇയേഴ്സ് ഹെൽപ്പ് us. എങ്ങനെ നമ്മുടെ കണ്ണുകൾ നമ്മളെ ഹൗ ഡു ഇയേഴ്സ് ഹെൽപ്പ് us. എങ്ങനെ നമ്മുടെ കാതുകൾ നമ്മളെ സഹായിക്കുന്നു? ഇയേഴ്സ് ഹെൽപ്പ് us ടു ഹിയർ സൗണ്ട്സ്. ഇയേഴ്സ് നമ്മുടെ കാതുകൾ നമ്മുടെ സൗണ്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് us ടു ലിസൺ ടു പീപ്പിൾ, മ്യൂസിക് ആൻഡ് നോയ്സസ് അറൗണ്ട് us. അത് നമ്മുടെ ചുറ്റുപാടുള്ള സൗണ്ടുകളും ആൾക്കാരെയും സംഗീതമൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഹിന്ദിയിൽ ചോദിക്കുകയാണെങ്കിൽ കാൻ ഹമാരി കൈസെ മദത് കർത്തെ ഹെ. കാൻ हमारी कैसे मदद करते हैं. कान हमें ധ്വനിയാം സുന്നേ മേ മദത് കർത്തേ ഹെ. ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. അത് കേൾക്കാൻ സഹായിക്കും, ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സഹായിക്കുന്നു. ദെൻ യോ ലോഗോം കി ബാത്തേ സംഗീത് ഓർ ആസ്പാസ് കി ആവാസവും സുന്നേ മേ സഹായത കർത്ത ഹെ. അതായത് ആൾക്കാർ, അതുപോലെ തന്നെ സംഗീതം, ഇതൊക്കെ തിരിച്ചറിയാൻ, ഇതൊക്കെ കേൾക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ കേട്ടറിയാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ തമിഴിൽ എങ്ങനെയാണ്? കാതുകൾ എപ്പടി ഉതവുകിன்ற. കാതുകൾ ഒലികളെ കേൾക്കാൻ ഉതവുകിன்ற. അതായത് കാതുകൾ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നു. നമ്മെ ചുറ്റിയുള്ള മനിതர்கள் പേസും വാർത്തകൾ, അതൊക്കെ കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതൊക്കെ കേൾക്കാൻ നമ്മളെ ഉതവുകിன்ற എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു എന്നാണ്. ദെൻ മലയാളത്തിൽ പറഞ്ഞ ചെവികൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ചെവികൾ ശബ്ദങ്ങൾ കേൾക്കാൻ സഹായിക്കുന്നു. മ്യൂസിക്, ആൾക്കാർ സംസാരിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഹൗ ഡസ് ദ നോസ് ഹെൽപ്പ് us. നമ്മൾ നോസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ദ നോസ് ഹെൽപ്സ് us ടു സ്മെൽ ഡിഫറൻറ്റ് തിങ്സ്. കാതുകൾ നമ്മുടെ മൂക്ക് നമ്മളെ പലതരത്തിലുള്ള മണങ്ങൾ അറിയാൻ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് us ടു ബ്രീത്ത്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ചെയ്യാനും ശ്വസിക്കാനും സഹായിക്കുന്നു. എന്നാൽ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? നാക്ക് ഹമാരി കൈസെ മദത് കർത്തി. നാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോസാണ്. നാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാവെന്ന് വിചാരിക്കരുത്, ടങ്ങെന്ന് വിചാരിക്കരുത്. ഇവിടെ ഹിന്ദിയിൽ നാക്കെന്ന് പറഞ്ഞാൽ നോസാണ്. അപ്പോൾ നാക്ക് ഹമാരി കൈസെ മദത് കർത്തി. നാക്ക് എങ്ങനെ സഹായിക്കുന്നു? നാക്ക് ഹമേം അലഗ് അലഗ് ഗന്ധോം കോ सुनने में मदद करती है. यह हमें सांस लेने में भी മദത് കർത്തി ഹെ. അതായത് എന്താണ്? നമ്മുടെ നോസ് നമ്മളെ പലതരത്തിലുള്ള സുഗന്ധങ്ങൾ അറിയാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ബ്രീത്ത് ചെയ്യാനും സഹായിക്കുന്നു. മൂക്ക് നമുക്ക് എപ്പടി ഉതവുകിன்றன. മൂക്ക് നമുക്ക് എപ്പടി ഉതവുகிறது. അതായത് തമിഴിൽ മൂക്ക് നമുക്ക് എപ്പടി ഉതവുகிறது. മൂക്ക് പല വകയാണ് മണങ്ങളെ നുകര ഉതവുகிறது. മേലും മൂച്ചെടുക്കവും ഉതവുகிறது. അതായത് പലതരത്തിലുള്ള മണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല, മൂച്ച് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മൂക്ക് നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു? പലതരത്തിലുള്ള മണങ്ങൾ അറിയാനും അതുപോലെ തന്നെ നമ്മളെ ബ്രീത്ത് ചെയ്യാനും ശ്വസിക്കാനും സഹായിക്കുന്നു. ദെൻ ഹൗ ഡസ് ദ ടങ് ഹെൽപ്പ് us. നമ്മൾ നാക്ക് എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നു? ദ ടങ് ഹെൽപ്സ് us ടു ടേസ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. നമ്മൾ പലതരത്തിലുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ ടങ് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് us ടു സ്പീക്ക്. ഇത് മാത്രമല്ല, നമ്മളെ സംസാരിക്കാനും സഹായിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ജീവ് ഹമാരി കൈസെ മദത് കർത്തി ഹെ. ജീവ് ഹമേം
अलग अलग प्रकार के स्वाद चखने में मदद करती है यह हमें बोलने में भी സഹായത करती है അതായത് നമ്മളെ പറയാനും സംസാരിക്കാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ടേസ്റ്റുകൾ അറിയാനും നമ്മളെ സഹായിക്കുന്നു കേട്ടോ. ജീഫ് എന്ന് പറയുന്നത് നാക്ക് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക്, ജീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ്, ഹിന്ദിയിൽ കേട്ടോ. ദെൻ തമിഴ് നാക്ക് നമുക്ക് എപ്പടി ഉദവുகிறது. നാക്ക് പല വകയാന സുവൈകളെ അതായത് പലതരത്തിലുള്ള ടേസ്റ്റുകളെ ഉണര ഉദവുகிறது. ഉണര അറിയാൻ നമ്മളെ സഹായിക്കുന്നു. മേലും പേസതിലും ഉദവുகிறது അതായത് സംസാരിക്കാനും സഹായിക്കുന്നു. ദെൻ മലയാളത്തിൽ പറഞ്ഞാൽ നാവ് നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു? സംസാരിക്കാൻ സഹായിക്കുന്നു, പലതരത്തിലുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നു. ദെൻ ഹൗ ഡസ് ദ സ്കിൻ ഹെൽപ്പ് അസ്? ദ സ്കിൻ ഹെൽപ്സ് അസ് ടു ഫീൽ ടച്ച്, ഹീറ്റ്, കോൾഡ്, പെയിൻ ആൻഡ് പ്രഷർ. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് അവർ ബോഡി. അതായത് സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ലാർജസ്റ്റ് ബോഡി പാർട്ടാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യുന്നു? ഫീൽ ചെയ്യാൻ സഹായിക്കുന്നു. ടച്ച് ചെയ്യുമ്പോൾ എന്താണ്? ടച്ച് ചെയ്യുമ്പോൾ ഹീറ്റ്, കോൾഡ് ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്തറിയാൻ സഹായിക്കുന്നു. അതുപോലെ പെയിൻ, പ്രഷർ ഇതൊക്കെ അറിയാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല സ്കിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റും ചെയ്യുന്നു. ഈ ഹിന്ദിയിൽ ത്വച്ച ഹമാരി കൈസെ മദത് കർത്തി ഹെ. ത്വച്ച എന്ന് പറഞ്ഞാൽ സ്കിൻ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു? ത്വച്ച ഹമേം സ്പർശ്, ഗർമി ചൂട്, ठंडक तणुप, दर्द वेदना और दबाव प्रेशर महसूस करने में मदद करती है. यह हमारे शरीर की रक्षा भी करती है. അതായത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റും ചെയ്യുന്നു. നമ്മുടെ ഈ ചൂട്, തണുപ്പ് ഇതെല്ലാം അറിയാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നു. ഇൻ തമിഴ് തോൽ നമ്മ ഉടൽ എപ്പടി ഉദവുகிறது. നമുക്ക് എപ്പടി ഉദവുகிறது. തോൽ തൊടുതൽ, സൂട്, കുളിര്, വലി, മറ്റും അഴുത്തൈ, ഉണര ഉദവുகிறது. മേലും ഇത് ഉടലെ പാതുകാക്കും. നമ്മുടെ ഉടലെ പാതുകാക്കും, നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചൂട്, തണുപ്പ്, പിന്നെ വേദന, പ്രഷർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? അറിയാൻ സഹായിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ചർമ്മം എങ്ങനെ നമ്മെ സഹായിക്കുന്നു? ചർമ്മം സ്പർശിച്ചറിയാൻ സഹായിക്കുന്നു. ചൂട്, തണുപ്പ് എന്നിവയ്ക്ക്, വേദന ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് മാത്രമല്ല ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.